ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല എളുപ്പത്തിൽ വളർത്തിയെടുക്കുവാൻ പറ്റിയ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സുമായിട്ടാണ്. പെട്ടെന്ന് വളർത്തുവാൻ പറ്റിയ 20ഓളം വെറൈറ്റീസാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഇത് എപ്പിഷ്യ പ്ലാന്റ് ആണ്. ഫ്ലെയിം വയലറ്റ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇതിന് 10ഓളം വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ ഞാൻ 2 വെറൈറ്റീസാണ് കാണിക്കുന്നത്. എപ്പിഷ്യയുടെ ഈ ഒരു വെറൈറ്റി പിങ്ക് പാന്തർ എന്നും ചോക്ലേറ്റ് സ്പൈഡർ, വയലറ്റ് ബേൺ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കുവാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത്. എപ്പിഷ്യ പ്ലാന്റ് പൊതുവെ ബ്രൈറ്റ് ലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റ്സ് ആണ്. എങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കുന്നത് അത്രത്തോളം നല്ലതല്ല. അങ്ങനെ ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കുമ്പോൾ ഇതിൻ്റെ ലീഫിനൊക്കെ കളർ വ്യത്യാസം വരും. കണ്ടില്ലേ, ഇതിൽ തന്നെ കാണാൻ പറ്റും. ലൈറ്റ് ലഭിക്കുന്ന ഭാഗത്ത് കളർ വ്യത്യാസമുണ്ട്. അതായത് ഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കുന്ന ഭാഗത്ത് കളർ വ്യത്യാസമുണ്ട്. 2 എപ്പിഷ്യ പ്ലാന്റിനും 2 സ്വഭാവമാണ്. ഈ ഒരു ബ്രൗൺ കളർ വെറൈറ്റിക്ക് അത്യാവശ്യം ലൈറ്റ് ആവശ്യമാണ്. അതുപോലെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും. കൂടുതൽ ഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗത്ത് ഇത് വളർത്തിയെടുക്കുമ്പോൾ ഇതിൽ ഫ്ലവേഴ്സൊക്കെ കുറഞ്ഞു പോകുന്നത് കാണാം. അതുപോലെ ഇതിൻ്റെ ലീഫിനൊക്കെ ഈ സൈസ് കുറവായിട്ടും കാണാം ഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗത്ത് വളർത്തുമ്പോൾ. മറ്റൊരു മനോഹരമായ പ്ലാന്റ് ആണ് വാണ്ടറിംഗ് അഥവാ ഇഞ്ച് പ്ലാന്റ് എന്നും അറിയപ്പെടുന്നു. ഈ ഒരു പ്ലാന്റിനും ഇതേ സ്വഭാവമാണ്. ഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കുമ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ കളറ് മാറി വരുന്നത് കാണാം, കളർ ഫെയ്ഡ് ആവുന്നത് കാണാം. എങ്കിൽ ലൈറ്റ് ആവശ്യവുമാണ്, ബ്രൈറ്റ് ലൈറ്റും ആവശ്യമാണ്. ലൈറ്റ് തീരെ ലഭിക്കുന്നില്ലെങ്കിലും ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് കാണാം. ഈ തണ്ടൊക്കെ ഇങ്ങനെ നശിച്ചു പോകുന്നത് കാണാം. പിന്നെ ഒരു നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. കൂടുതൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. ഇത് മറ്റൊരു പ്ലാന്റാണ്. സ്പൈഡർ പ്ലാന്റ് ഇനത്തിൽപ്പെട്ട ഒരു നമ്മുടെ റിബൺ പ്ലാന്റ് ആണ്. റിബൺ പ്ലാന്റ് എന്നാണ് പൊതുവെ ഇത് അറിയപ്പെടുന്നത്. ധാരാളം വെറൈറ്റി സ്പൈഡർ പ്ലാന്റ്സ് ഉണ്ട്. എല്ലാം നമുക്ക് ഇങ്ങനെ ഹാങ്ങിങ് പോട്ടിൽ വളർത്തുവാൻ പറ്റില്ല. എങ്കിൽ ഈ റിബൺ പ്ലാന്റ് തീർച്ചയായിട്ടും നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വളർത്തുവാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. പെട്ടെന്ന് നശിക്കാത്ത ഒരു പ്ലാന്റും കൂടിയാണ്. കാരണം എന്താണെന്നറിയോ, ഇതിൻ്റെ റൂട്ട് ട്യൂബറസ് റൂട്ടാണ്. ഇതിൽ ട്യൂബ് പോലെ ഈ റൂട്ടിൻ്റെ ഭാഗത്ത് ഉണ്ടാവും കിഴങ്ങ്. ഇത് വെള്ളം ശേഖരിച്ച് വെക്കും. നമ്മൾ ഡെയിലി നനച്ചിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഒരു വെള്ളം, ഇത് സംഭരിച്ച് വെച്ചിട്ടുള്ള വെള്ളം കൊണ്ട് എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റി. സ്പൈറൽ ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു കപ്പിൽ, ചെറിയ കപ്പായാൽ പോലും പെട്ടെന്നൊന്നും നശിക്കാതെ 1 വർഷത്തിന് മുകളിലായി ഇത് വെച്ചിട്ട് നശിക്കാതെ ഇതിങ്ങനെ എപ്പോഴും ഫ്രഷ് ആയിട്ട് നിൽക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കുവാൻ പറ്റിയ പ്ലാന്റ് ആണ് ഈ റിബൺ ഗ്രാസ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന് പോട്ടി മിക്സ് കൊടുക്കുമ്പോൾ നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. ചകിരിച്ചോറോ മണലും നിർബന്ധമായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഗാർഡൻ സോയിൽ ആണെങ്കിൽ അതോടൊപ്പം ചകിരിച്ചോറ് അല്ലെങ്കിൽ മണൽ നിർബന്ധമായിട്ടും നമ്മൾ ഇതിൽ ചേർത്തിരിക്കണം. അതുപോലെ നമുക്ക് ഹാങ്ങിങ് ബാസ്ക്കറ്റുകളിലും അതുപോലെ ഗ്രൗണ്ട് കവറായിട്ടുമൊക്കെ വളർത്തിയെടുക്കുവാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് റോയിയോ. ഇത് റോയിയോയുടെ ഡിസ്കളർ പ്ലാന്റ് ആണ്. വളരെ മനോഹരമായിട്ട് ബുഷിയായിട്ട് നമുക്ക് ഇത് ഹാങ്ങിങ് ബാസ്ക്കറ്റുകളിൽ വളർത്തിയെടുക്കുവാൻ പറ്റും. ഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗത്ത് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. എപ്പോഴും ഇങ്ങനെ ഭംഗിയിൽ നിൽക്കും. ഇത് നമ്മുടെ റോയിയോ പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയായ റോയിയോ ബൈക്കളർ പ്ലാന്റ് ആണ്. ഇതേക്കുറിച്ചൊക്കെ മറ്റൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കാണുക. നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കുവാൻ പറ്റിയ മറ്റൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പോൾക്ക ഡോട്ട് പ്ലാന്റ്. ഇത് കണ്ടില്ലേ, നിറയെ പുള്ളികളായിരിക്കും. ഇതിന് ധാരാളം വെറൈറ്റീസ് ഉണ്ട്. എല്ലാ വെറൈറ്റീസും നമുക്കിങ്ങനെ ഹാങ്ങിങ് പോട്ടിൽ വളർത്തിയെടുക്കുവാൻ പറ്റില്ല. നമ്മുടെ ചെടിച്ചട്ടികളിലൊക്കെ വളർത്തിയെടുക്കുവാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. ഇതും ഒരു ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടമില്ലാത്ത ഒരു പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗത്തൊക്കെ നമുക്കിത് വളർത്തിയെടുക്കുവാൻ പറ്റും. ഇത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. നല്ല മനോഹരമായിട്ട് നമുക്ക് ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത്. പ്രത്യേകിച്ച് കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ഏതൊരു ചെറിയ കപ്പാണെങ്കിലും മനോഹരമായിട്ട് വളരുന്ന ഒരു വെറൈറ്റിയാണ് സിങ്കോണിയത്തിൻ്റെ.
അപ്പോൾ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗത്താണെങ്കിലും ഇൻഡോറിലാണെങ്കിൽ പോലും നമുക്കിത് വളർത്തിയെടുക്കുവാൻ പറ്റും. സിങ്കോണിയത്തിൻ്റെ മിക്ക വെറൈറ്റീസും ക്ലൈംബിംഗ് പ്ലാന്റ്സ് ആണ്. എങ്കിൽ ഈ ഒരു വെറൈറ്റി, ഇത് സിങ്കോണിയം വെയിൻലാൻഡി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതും ഒരു ക്ലൈംബർ പ്ലാന്റ് ആണ്. എങ്കിലും നമുക്ക് ഹാങ്ങിങ് ബാസ്ക്കറ്റുകളിലൊക്കെ നമുക്കിത് കട്ട് ചെയ്ത് ഒരു ഷേപ്പിൽ നിലനിർത്തിയാൽ വളരെ ഭംഗിയിൽ വളരുന്നൊരു പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ് പോട്ടുകളിൽ വളർത്തിയെടുക്കുവാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് പീലിയ ആർട്ടിലേരി, പീലിയ മൈക്രോഫിലിയ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ്. നല്ല ഗ്രീൻ കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഗ്രീൻ കളറിലുള്ള ചെടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു സെലക്ഷനാണ്. കാരണം നല്ല ഒരു ലൈറ്റ് ഗ്രീനാണ്, ഒരു ബോൾ ഷേപ്പിലൊക്കെ ഇത് വളരും. അതുപോലെ മറ്റൊരു പ്ലാന്റ് ആണ് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും അതുപോലെ ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്തിയെടുക്കുവാൻ പറ്റിയ പ്ലാന്റ് ആണ് ഈ സ്റ്റാർ ഗ്രാസ്, ഹെമിഗ്രാഫിക്സ്, റിപ്പൻഡായി തുടങ്ങിയ പേരിലൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ്. ഇതൊക്കെ, ഈ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് ഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗങ്ങളിലും വളർത്തിയെടുക്കുവാൻ പറ്റും. എങ്കിൽ ഇതൊന്നും ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് കരുതരുത്. ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫ് നോക്കിയാൽ അറിയാം, ഞാൻ ആദ്യം കാണിച്ച സ്പൈഡർ പ്ലാന്റ് അതായത് റിബൺ ഗ്രാസ് അല്ല ഇത്. ഇതിൻ്റെ ലീഫിന് ഒരല്പം വീതിയുണ്ട്. ഇത് ഒരു സെൻസിറ്റീവായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. മറ്റ് സ്പൈഡർ പ്ലാന്റ് ഞാൻ ആദ്യം കാണിച്ച റിബൺ പ്ലാന്റ് പോലെയല്ല. ഇതിൻ്റെ റൂട്ടിൽ കിഴങ്ങ് പോലെ ഇല്ല, സാധാ പ്ലാന്റ് ആണ്. ഇത് മറ്റൊരു പ്ലാന്റ് ആണ്, ക്രീപ്പിംഗ് ചാർലി എന്ന പേരിൽ നമുക്ക് പൊതുവെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഒരു ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ലീഫാണ്. ഇതിൻ്റെ ചെറിയ സൈസുമുണ്ട്, ഒരല്പം വലിയ ക്രീപ്പിംഗ് ചാർലീസുമുണ്ട്. നല്ല ഗ്രീൻ കളർ ആവശ്യമുള്ള ആൾക്കാർക്ക്, ഗ്രീൻ കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു ചോയ്സ് തന്നെയാണ്. പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുകയും ചെയ്യും. ഇത് ഡയറക്റ്റ് സൺലൈറ്റ് ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിലും വാട്ടറിങ് ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ്. കൂടുതൽ വാട്ടറിങ് ആവാനും പാടില്ല. നല്ല നീർവാർച്ചയുള്ള മണ്ണായാൽ നന്നായി വളരും. ഇതൊരു മറ്റൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് ടാങ്കിൾഡ് ഹേർട്ട് എന്നാണ്. ഇതിൻ്റെ ലീഫ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഹേർട്ട് ഷേപ്പിലുള്ള ലീഫാണ്. കുറച്ച് വാട്ടറിങ് ആയിട്ടുള്ള ഒരു ലീഫാണ്, ഒരു വെള്ളം നിറഞ്ഞ പോലെ ഉണ്ടാവും. ഇത് മറ്റൊരു വെറൈറ്റി പ്ലാന്റ് ആണ്, ടേർട്ടിൽ വൈൻ. നമ്മൾ പൊതുവെ വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ്, ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ടേർട്ടിൽ വൈൻ. ഇപ്പോൾ കാണുന്നത് ഇഞ്ച് പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇത് പെട്ടെന്ന് നശിച്ചു പോവാത്ത അഥവാ ഡയറക്റ്റ് സൺലൈറ്റ് ആയാലും കുഴപ്പമില്ലാത്ത ഒരു പ്ലാന്റ് ആണ്. വളരെ മനോഹരമായിട്ട് വളരും. ഇത് നമ്മൾ സാധാരണ വളർത്തുന്ന ടേർട്ടിൽ വൈനാണ്. ടേർട്ടിൽ വൈൻ എവർഗ്രീൻ ടേർട്ടിൽ വൈൻ എന്നറിയപ്പെടുന്നു. എല്ലാവർക്കും അറിയാം, ഇത് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുകയും മാസങ്ങളോളം നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. ഇത് ആച്ചിമിനേസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. ആച്ചിമിനേസ് ലോങ്കിഫ്ലോറ എന്നാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത്. പെട്ടെന്ന് വളരുകയും അതേപോലെ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഡയറക്റ്റ് സൺലൈറ്റിലും നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണിത്. ഹാങ്ങിങ് പ്ലാന്റായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ മറ്റൊരു പ്ലാന്റാണ് വെർബന. ഇതിൻ്റെ ധാരാളം വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇത് ഡയറക്റ്റ് സൺലൈറ്റിലും നന്നായിട്ട് തന്നെ വളരുന്നു. ഇതിൻ്റെ പോട്ടി മിക്സ് പറയുകയാണെങ്കിൽ നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. അതുപോലെ മണലോ ചകിരിച്ചോറോ ചേർത്തുള്ള ഒരു പോട്ടിംഗ് മിക്സ് ആയിരിക്കണം. മറ്റൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമ്മുടെ പോത്തോസ്. ഏതൊരു പോത്തോസും നമുക്ക് ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഗോൾഡൻ പോത്തോസ് ആണ്. ഇത് ആച്ചിമിനീസിൻ്റെ മറ്റൊരു വെറൈറ്റി ആണ്. ഇതിലിപ്പോൾ ഫ്ലവേഴ്സ് ഒന്നുമില്ല. അതുപോലെ തന്നെ ബിഗോണിയത്തിൻ്റെ വെറൈറ്റീസും നമുക്കിതുപോലെ ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ബിഗോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണിത്. പല ബിഗോണിയവും പെട്ടെന്ന് നശിച്ചു പോകും. എങ്കിൽ ഈ ഒരു പ്ലാന്റ് അത്ര പെട്ടെന്നൊന്നും നശിച്ചു പോവാതെ ഡയറക്റ്റ് സൺലൈറ്റിലും ഒക്കെ നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. സൺലൈറ്റ് കൂടുതൽ ലഭിക്കുന്ന ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫ് നല്ല ഷൈനിങ്ങോട് കൂടി ഇരിക്കും. ഇത് ബേബി സ്റ്റിയേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നല്ല ഒരു മുത്തുമാല കോർത്ത പോലെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ എൻ്റെ ഈ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ ഈ ചെടികളുടെ പേരിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് കമൻ്റായി അറിയിക്കുക. ഇതിൽ ഏത് പ്ലാന്റാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് എന്നാൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എനിക്ക് കമൻ്റായി അറിയിക്കേണ്ടതാണ്. വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് പേപ്പിയസ് ടിയേഴ്സ് പ്ലാന്റ്. പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുകയും ചെയ്യും. ഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കുന്ന ഭാഗത്താകുമ്പോൾ വെള്ളം നിർബന്ധമാണ്. 2 തവണ നമ്മൾ നനച്ച് കൊടുക്കേണ്ടതാണ്. മണ്ണ് ഡ്രൈ ആവാതെ ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഹാങ്ങിങ് പ്ലാന്റ് കൂടിയാണ് ഈ ഒരു പ്ലാന്റ്. കൂടാതെ ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ്. സമ്മർ സീസണിൽ ഇതിൽ ചെറിയ പൂക്കൾ ഉണ്ടാവും. അപ്പോൾ ഈ ചെടികളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.